നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവയ്ക്കുള്ള ഉത്തരങ്ങൾ. നഗരത്തെയും വാർഡിനെയും എത്ര സൂക്ഷ്മമായി സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അടുത്തറിഞ്ഞിട്ടുണ്ടെന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നേരിട്ടറിയാനുള്ള അവസരമാണിത്. 24-ാം വാർഡ് SNDP സ്കൂൾ. LDF-ലെയും UDF-ലെയും സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരിക്കുന്ന നഗരസഭയിലെ മറ്റൊരു വാർഡാണിത്. ജോയ്സ് മേരി ആന്റണി UDF-നെ പ്രതിനിധീകരിക്കുമ്പോൾ പുതുമുഖമായ ബിന്ദു മധുവാണ് LDF സ്ഥാനാർത്ഥി. ആകെ 747 വോട്ടർമാരുള്ളതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. ഈ കുറി വനിതാ സംവരണ വാർഡാണ്. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, എവനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂർ ആൻഡ് കബനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരുടെ പ്രശ്നം തന്നെയാണ്. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പം ഒരു കോവിഡ് കഴിഞ്ഞ ആ ഒരു ടൈം തൊട്ട് ഇതുവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാർ ഫുള്ളായിട്ട് ഇങ്ങനെ പട്ടിണിയിലായിക്കൊണ്ടിരിക്കുക. അപ്പം ഏറ്റവും മെയിൻ പ്രോബ്ലമായിട്ട് എടുക്കേണ്ട ഒരു കേസ് അതാണ് ഇവരുടെ പ്രശ്നങ്ങൾ, ബിസിനസ്സുകാരുടെ പ്രശ്നങ്ങൾ. പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ആ ഒരു വാർഡിൻ്റെ മാത്രമല്ല, നഗരസഭയിലെ ഒരു പൊതുവായ പ്രശ്നമാണ് തെരുവുനായ ശല്യം എന്ന് പറയുന്നത്. ഇപ്പം സുപ്രീം കോടതിയോട് തന്നെ വിധി വന്നിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു പ്രോപ്പർ ഷെൽട്ടർ ഇല്ലാത്തത് ഇതിനൊരു വലിയ റീസൺ ആണ്. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ഏരിയകളിലൊക്കെ ആ ഒരു വാർഡിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കിടപ്പുകൾ പരിഗണിക്കുമ്പോൾ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയിൽ കൂടെ പലപ്പോഴും നടന്നു പോയപ്പോൾ തോന്നിയിട്ടുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഒരു വഴിയുണ്ട്, എനിക്ക് ഒരു വഴി പൂർത്തീകരിച്ചാൽ അത് പെട്ടെന്ന് ഈസി ആക്സസ് ആ പ്രദേശവാസികൾക്ക് കിട്ടുന്ന കൊമ്പനാൽ എന്ന് പറയുന്ന ഒരു റോഡ് പൂർത്തീകരിക്കണം എന്നുള്ള അതും ഒരു ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പല റോഡുകളും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊക്കെ റെഡിയാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റുകളുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ തെരുവുനായ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ. നമ്മൾക്ക് ഇതിലൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ 24-ാം വാർഡിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായകളെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയുണ്ട്. അതിനൊക്കെ പരിഹാരം കാണണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. തെരുവുനായ്ക്കൽ ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി എന്നുള്ളത് ഒരു കൺസേൺ തന്നെ ആയിരിക്കും. പിന്നെ മറ്റു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വിവിധ വാർഡുകളിൽ തന്നെ ഒരു പ്രശ്നമാണ് ഈ യുവതലമുറ ഡ്രഗ്സിന് അഡിക്റ്റായി മാറുന്നത്. അപ്പോൾ ഒരു ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ജനറേഷനെ നമ്മുടെ നഗരസഭയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതൊരു വാർഡിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, അവയർനെസ് പ്രോഗ്രാമുകളിലൂടെ അത്തരത്തിലൊരു കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പം ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൊമ്പനാൽ എന്ന് പറയുന്ന വഴി പൂർത്തീകരിക്കണം എന്നുണ്ട്. മൂവാറ്റുപുഴ ഒരു എറണാകുളം പോലെ ഒരു നല്ല മെട്രോ സിറ്റിയായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ഡ്രഗ് ഫ്രീ ആണ്. മുമ്പ് പറഞ്ഞതുപോലെ തെരുവ് നായകളുടെ ഇതെന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്ന അങ്ങനത്തെ ഒരു സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്ന ഒരു നഗരമായി മാറണം. അതുപോലെ നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിലിനു വേണ്ടി എറണാകുളം പോലെയുള്ള ഒരു സിറ്റി ആശ്രയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെ ഒരു സിറ്റി ആശ്രയിക്കുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെയും ഉണ്ടാകണം, മൂവാറ്റുപുഴ നഗരത്തിൽ ഉണ്ടാവണം. നമ്മുടെ ഗതാഗതത്തിന് കൂടുതലും മികവുറ്റ മാർഗങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടാവണം. മൂവാറ്റുപുഴ ജില്ല എന്നുള്ളത് മറ്റൊരു സ്വപ്നമായിട്ട് ഇങ്ങനെ പലരുടെയും പറച്ചിലുകളിലും അതുപോലെ തന്നെ പല രീതിയിലും അതിന്റെ പഠനങ്ങൾ നടക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് അതൊരു പക്ഷേ സാധ്യമാകുമെങ്കിൽ, അത് 25 വർഷത്തിന് ശേഷം ആ സമയത്ത് സാധ്യമാകുമെങ്കിൽ അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ വയോജനങ്ങളെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് രൂപപ്പെടണം. നമ്മുടെ ഇപ്പോൾ ഒരു പ്രഥമ പൗരന്മാര്, ഒരു സീനിയർ സിറ്റിസൺസിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു നഗരമായി മൂവാറ്റുപുഴ നഗരസഭ മാറണം. തെരുവുനായ ശല്യവും വെള്ളക്കെട്ടും ജോയ്സ് മേരി ആന്റണി വാർഡിലെ പ്രധാന പ്രശ്നങ്ങളായി കണ്ടെത്തുമ്പോൾ കച്ചവടക്കാരുടെ ബുദ്ധിമുട്ടാണ് ബിന്ദു മധു പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് തെരുവുനായ്ക്കളെ സംരക്ഷിക്കാനായി ഷെൽട്ടർ നിർമ്മിക്കുമെന്നും വാർഡിലെ കൊമ്പനാൽ റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്നും ജോയ്സ് മേരി പറയുന്നു. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിനും വാർഡിലെ റോഡുകൾ മികച്ചതാക്കുന്നതിനും തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിനുമാണ് 5 വർഷങ്ങൾ കൊണ്ട് ബിന്ദു ശ്രമിക്കുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം ലഹരിമുക്തമായതും മാലിന്യമുക്തമായതുമായ മൂവാറ്റുപുഴയെ ജോയ്സ് സ്വപ്നം കാണുന്നു. മൂവാറ്റുപുഴ ജില്ലയാകണമെന്ന ആഗ്രഹവും മറച്ചുവെക്കുന്നില്ല.
എന്തായാലും വർഷങ്ങൾക്കിപ്പുറം ഒരു മെട്രോ നഗരമായി മൂവാറ്റുപുഴ മാറണമെന്ന കാര്യത്തിൽ രണ്ടു പേർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഇത് 24 SNDP വാർഡിലെ വിശേഷങ്ങൾ. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂർ ആൻഡ് കബനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്.